guys, welcome back to my channel. സോ ഈ ഇടയായിട്ട് UK-ൽ ഒരു പ്രത്യേകതരം വെതർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് മഴ 10 മിനിറ്റ് വെയിൽ എന്ന് പറയുന്നൊരു അത്ഭുത പ്രതിഭാസത്തിലൂടെ പോവാണ്. മഴയോടുകൂടി വെയിൽ, വെയിലോടുകൂടി മഴ. ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് UK വെതറിന്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കാൻ നല്ല രസമാണ്, മൂടി കെട്ടിയിരിക്കാൻ പറ്റിയ വെതറാണ്. നാട്ടിലിപ്പോൾ അങ്ങനെ നല്ല മഴയാണ്, നല്ല രസമാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അമ്മയും അച്ഛനൊക്കെ അങ്ങനെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. എനിവേയ്സ് ഇവിടെ ജോലി ഉണ്ടെങ്കിലും ശരി പോകാനുള്ളൊരു മൂഡില്ലാത്ത ടൈപ്പ് ഓഫ് ഒരു വെതറാണ് ഇവിടെ. അപ്പോൾ എനിക്കാണെങ്കിൽ 2-3 ദിവസം ഓഫും കിട്ടി. അങ്ങനെ ആകുമ്പോൾ വെറുതെ വീട്ടിലിങ്ങനെ ഇരുന്ന് കളയണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 1 hour ജേർണി ബസ്സിൽ പോയാൽ മതി. അങ്ങനെ എത്താൻ പറ്റുന്ന ഒരു മ്യൂസിയം പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്. അങ്ങടേക്ക് പോകാമെന്ന് വിചാരിച്ചു, ഞാനും എൻ്റെ ഫ്രണ്ട് വൈദേയും കൂടെ. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. ആ പാർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ UK-ൽ മുക്കിന് പാർക്കാണ്. പക്ഷെ ആ പാർക്കിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മ്യൂസിയം പാർക്ക് ഇപ്പോൾ ഈ സമയത്ത് ഭയങ്കരമായിട്ട് പൂക്കളും കാര്യങ്ങളും ഒക്കെയുള്ള മ്യൂസിയം ഇസ് വൺ ഓഫ് ദ പ്രെറ്റിയസ്റ്റ് പാർക്സ് ഇൻ UK എന്നാണ് പറയപ്പെടുന്നത്. പൂവും കാര്യമൊക്കെ ഉണ്ടോയെന്ന് പോയി നോക്കാം. അപ്പോൾ എന്തായാലും അത്രയും ബിൽഡപ്പ് ഒക്കെ തരുന്നൊരു പാർക്കല്ലേ, അപ്പോൾ ഇന്ന് കണ്ടേക്കാം, നമ്മളൊരു വിലയിരുത്തലും കൂടെ നടത്താം എന്ന് വിചാരിച്ച് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇന്ന് പോവാണ്. അപ്പോൾ നിങ്ങളെ കൂടെ കൂട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്. സോ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു പാർക്കാണിത്. ഇതിൻ്റെ പേര് ഹൈറ്റ് പാർക്ക് എന്നാണ്. ഇതും നല്ല അടിപൊളി പാർക്കാണ്. ഇത് പാർക്കിൻ്റെ പുറത്തുള്ള ഒരു വേ മാത്രമാണ്, ഉള്ളിൽ നല്ല രസമാണ്. അതെന്നേലും ഞാൻ കാണിച്ചു തരാം. ഹലോ, അപ്പോൾ ഞാൻ ഇപ്പോൾ വൈദേഹിയുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് പോകാനായിരുന്നു പ്ലാൻ. ആ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. കാരണം ഞാൻ വിളിച്ചപ്പോൾ അവൾ പറയാം അവൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോശ എന്ന് കേട്ടപ്പോൾ ഞാൻ വീണു. അപ്പോൾ നമുക്കെന്തായാലും അവളുടെ അടുത്ത് പോയി ദോശ കഴിച്ചിട്ട് എന്നിട്ട് നമുക്ക് 2 പേർക്കും കൂടെ അവിടെ നിന്ന് പോവാം. ഞാൻ കിതയ്ക്കണതേ ഒരു കയറ്റപ്പ് കയറിയായിരുന്നു, അതുകൊണ്ടാണ്. ഇതുവഴി എന്തായാലും ഇപ്പം നടന്നു പോകാൻ നല്ല രസമുണ്ട്. കിളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബ്. ഇത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്നേ ഞാൻ പഠിച്ചവരാണേ, എനിക്ക് എപ്പോഴും അതേ വഴി വരുള്ളൂ. ഇത് ലീഡ്സ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഭാഗമാണ്. ലീഡ്സ് യൂണിവേഴ്സിറ്റി ബിസിനസ് സ്കൂളിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊരു ഇടവഴിയാണ്. യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയി കഴിഞ്ഞാൽ വൈദേഹിയുടെ വീട്ടിലേക്ക് ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുവഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പാർക്കെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടുത്തെ പിള്ളേരൊക്കെ വെറുതെ ചില്ല് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇതുവഴി ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് ദൂരെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ. പൂക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ വീക്ക്നെസ്സാണ്. ഇപ്പോൾ ഇവിടെ സ്പ്രിങ് തുടങ്ങിയല്ലോ, പക്ഷേ എപ്പോഴും മഴയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായ പൂക്കളും കാര്യങ്ങളും കുറവാണ്. എല്ലാം കൊഴിഞ്ഞു പോവാണ് ഈയിടെയായിട്ട്. പക്ഷേ വൈൽഡ് ഫ്ലവേഴ്സ് കുറേ ഉണ്ട്. അപ്പോൾ ഇതൊരു വൈൽഡ് ഫ്ലവേഴ്സിൻ്റെ ഒരു മെഡോ പോലെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നില്ലേ? എന്ത് രസമാണിത് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഇരിക്കാനുള്ള സ്ഥലവും ഉണ്ട്. ഇങ്ങനെ എന്താ പറയുക, തേനീച്ചകളും കാര്യങ്ങളും ഒക്കെയാണ്. അതിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കുത്തുകിട്ടും. പക്ഷെ കാണാൻ നല്ല രസം. ദൂരത്ത് കുറേ പോപ്പി ഫ്ലവേഴ്സ് ഉണ്ട്, റെഡ് കളറ്. പക്ഷെ പുല്ലായതുകൊണ്ടേ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ പാടില്ലെന്നാണ് ഒരു നാട്ടു നടപ്പ്. അതുകൊണ്ട് ഞാൻ പുറത്തു നിന്നൊക്കെ നോക്കി കണ്ടിട്ട് പോയി. നാടൻ കാണായിരുന്നെങ്കിൽ ഞാൻ ചാടി കയറിപ്പോയി 4 ഫോട്ടോ ഒക്കെ എടുത്തേനെ. ഇവിടെ പിന്നെ നമ്മൾ ഭയങ്കര എന്താ പറയുക, നല്ല കുട്ടികളാണല്ലോ, അഭിനയം. അങ്ങനെ നടന്ന് ഒരുമാതിരി ക്ഷീണിച്ചു. ഒരു ദോശയ്ക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടലുകളെ. ഇതെൻ്റെ അടുത്തുള്ള അബൂബക്കറിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടണതേ ഉള്ളൂ. പക്ഷേ പോയി വാങ്ങിച്ചുണ്ടാക്കാനുള്ള മടി. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവരെങ്ങനെ അബദ്ധം വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാത്തതിനെ പോലെ ഡോറും തുറന്ന് കയറി ചെല്ലും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ അവളിനോട് പോരെന്ന് പറഞ്ഞു കേട്ടോ, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പോയേനെ, അത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് വൈദേഹിയുടെ വീട്ടിലേക്ക് എത്താറായി. ഇവിടെ എത്തുമ്പോൾ എപ്പോഴും എനിക്ക് ഡൗട്ടാണ്. കാരണം കുറേ സ്ട്രീറ്റ്സ് ഒരേപോലെ തന്നെ തോന്നും. അങ്ങനെ ഫൈനലി അവളുടെ വീടെത്തിയപ്പോൾ കറക്റ്റ് ടൈം അവൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ എണീറ്റ് കുളിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. ഇനി അവളെ കുളിക്കാനും ഒക്കെ വിടണം. ഞാനാണെങ്കിൽ റെഡിയായി. ആ ഗ്യാപ്പിൽ ഞാൻ എന്തായാലും ദോശ തന്നു, എന്നിട്ട് അവളെ കുളിക്കാൻ വിട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഈ ഫ്ലവേഴ്സ് കാണുന്നത്. ഇത് വേറൊന്നുമല്ല, പീ പ്ലാന്റ് ആണ്. അതായത് നമ്മുടെ എന്താ പറയുക, ബീൻസ്, പയർ, ആ വർഗം. പക്ഷെ അതിൻ്റെ പൂക്കൾ പോലും ഇവിടെ കാണാൻ എന്ത് രസമാണ്. വല്ല വൈൽഡ് വെറൈറ്റി ആയിരിക്കും. എന്തായാലും നല്ല രസമുണ്ട്. അതുകൊണ്ട് ഫോട്ടം പിടിച്ചു. ഇതാണ് വൈദേഹി. നേരത്തെ അവൾ വീഡിയോയിൽ വരാൻ സമ്മതിച്ചില്ല, കുളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പോൾ ഞാനും എന്തായാലും ക്ഷീണിച്ചു, ഫുഡ് കഴിച്ച് ക്ഷീണിച്ചു, നടക്കാനൊന്നും വയ്യ ഇനി. അപ്പോൾ അങ്ങനെ ഇറങ്ങി. പിന്നെ ഈ കാണുന്നതെന്ന് പറയുന്നത് അപ്പൂപ്പൻ താടിയുടെ ഒരു ചെറിയ വേർഷനാണ്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് തോന്നും, പക്ഷെ മൊത്തം അപ്പൂപ്പൻ താടി എയറിൽ കൂടെ ഇങ്ങനെ പറക്കുകയാണ്. ഇവിടെ ഒരു ഫീവർ ഉണ്ട്, ഹേ ഫീവർ. ഇവിടെ നിന്ന് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ടായിരിക്കാം. അതായത് നമ്മുടെ ബോഡി തന്നെ നമുക്ക് തരുന്നൊരു ഷീൽഡായിട്ട് നമുക്ക് വരുന്നൊരു ഫീവറാണ് ഈ ഹേ ഫീവർ. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്രിങ്ങിലാണ് വരിക. ഈ പോളൻ ഒക്കെ കാര്യമായിട്ട് അഫക്റ്റ് ആവുന്നവർക്കാണത് വരിക. ഇവിടെ എല്ലാവർക്കും അതുണ്ട്, എനിക്കും അതുണ്ട്. നോക്കൂ, യെല്ലോ റോസാപ്പൂ എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഫോട്ടോയിൽ അല്ല വീഡിയോയിൽ കാണാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയില്ല, നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണ്. ഒരു വശ്യ ഭംഗി എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇവിടുത്തെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഭംഗി. ഇറങ്ങുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് കൊട്ടാരക്കര, എൻ്റെ നാട് കൊല്ലാണല്ലോ. അപ്പോൾ കൊട്ടാരക്കരയിൽ നമ്മൾ ഉത്സവം കാണാൻ പോകും. കൊട്ടാരക്കര ആനയോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആനയോട്ടത്തിനൊക്കെ ഇങ്ങനെ ഊട് വഴി അവിടെ കുറേ, ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു, പണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലേ പോകുമ്പോൾ ഇതേപോലത്തെ ഒരു റൂട്ട് ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അങ്ങടിക്ക്. ഇങ്ങനെ കല്ലൊക്കെ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഇറങ്ങി പോകേണ്ട സ്ഥലം. എനിക്കത് ഓർമ്മയുണ്ട്, ആതിര ചേച്ചിയുടെ കയ്യും പിടിച്ചോണ്ട് പണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങിപ്പോയത്. എനിക്ക് കറക്റ്റോ അതേപോലെ തന്നെ ഇരിക്കണു. നേരെ അമ്പലത്തേക്ക്. അങ്ങനെ അമ്പലത്തിൻ്റെ മെയിൻ റൂട്ടല്ല അത്, വേറെ ഏതോ ഒരു വഴി. അടുത്ത് തന്നെയാണ് താമസിക്കണമെങ്കിലേ ഞങ്ങൾ ഓണത്തിന് സംക്രാന്തിക്കൊക്കെ കാണുള്ളൂ. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഥകൾ പറയാൻ കുറേ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെയൊക്കെ പുറത്ത് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കൊക്കെ നാട്ടിലെ കഥയാവും ഏറ്റവും കൂടുതൽ പറയാനുണ്ടാവുക. കുട്ടിക്കാലവും ഒക്കെ ഓർക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഓരോ ട്രാവലിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. ദേ ആ കാണുന്നതാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബസ് കിട്ടും. ബസ്സിൽ തന്നെ 2-3 ബസ്സിൽ പോയി കഴിഞ്ഞാൽ ആ റൂട്ട് എത്തും. ഞങ്ങൾ കയറിയത് 19A എന്ന് പറയുന്ന ബസ്സിലാണ്. സോ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി യാത്ര തുടങ്ങി. സിറ്റി സെൻറ്ററിൽ കൂടെയാണ് പോണത്. അപ്പോൾ പോകുന്ന വഴി തന്നെ അവളുടെ വർക്ക് പ്ലേസും എൻ്റെ വർക്ക് പ്ലേസും ഒക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് എന്താ പറയുക, ആസ്വദിച്ച് പോവാണ്. സമയം ഒരു ഉച്ചരയാണ്. പക്ഷേ കാർമേഘവും ചെറിയ ചാറ്റൽ മഴയും ഒക്കെയാണ് ഇപ്പോഴും. ഞങ്ങളപ്പോൾ വണ്ടി ഇറങ്ങി, എന്നിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം ഏതോ വഴി നടന്നു, അതല്ലെന്ന് മനസ്സിലാക്കി തിരിച്ചു നടന്നുകൊണ്ടിരിക്കും. അതല്ലേലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏതിൽ പോകണമെന്ന് വിചാരിക്കണോ അതായിരിക്കില്ല റൈറ്റ് വഴി. എൻ്റെ ലൈഫിൽ പിന്നെ അത് തന്നെയാണ്. ഞാൻ ഏത് ചൂസ് ചെയ്യുന്നോ അതായിരിക്കും പൊട്ട വഴി. അതുകൊണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്ത് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇറങ്ങിയ ഉടനെ പൂവും കായും ഒക്കെ ഏതോ ഡയറക്ഷനിൽ കണ്ടു. അപ്പം ഞങ്ങൾ കരുതി ഇത് തന്നെ എന്ന് പറഞ്ഞ് നടന്നതാ. വെറുതെ പോയി. എന്തായാലും പോണ വഴിയുള്ള വീടൊക്കെയാണ് ഇത്. വെറുതെ വീട്ടിലുണ്ടായി നിൽക്കുന്ന പൂക്കളൊക്കെ ഇത്. എന്ത് രസാ. നമുക്ക് സ്വന്തമായിട്ടുള്ള വീടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിക്കായിരുന്നു. ഞങ്ങൾ റെൻറ്റിനാണ്, അതുകൊണ്ട് ഞാനൊക്കെ ചട്ടിയിലാണ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. എനിക്കും കുറച്ചൊക്കെ പൂവും കായൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം വീട്ടിൽ പൂത്തൊക്കെ ഉണ്ട്. അതിൻ്റെ തന്നെ ഒരു 10,000 ഫോട്ടോ എടുത്ത് ഞാൻ എല്ലായിടത്തും ഇടും. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഈ വീട്ടുകാരൊക്കെ എന്തോരം ഫോട്ടോ എടുത്താൽ പറ്റും. ഇത് കഴിഞ്ഞിട്ട് വേറൊരു വീടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. അത് കണ്ടിട്ട് തന്നെ എൻ്റെ കൺട്രോള് പോയി. മതിലയാടിപ്പോയി പറിച്ചാലെന്നൊക്കെ വിചാരിച്ചായിരുന്നു. എനിവേസ് പാർക്കിൻ്റെ എൻട്രൻസായി. ഇതിലെ കുറേ നടന്നാലേ നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലെത്തുള്ളൂ. ഇത് വളരെ 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 വലിയൊരു പാർക്കാണ്. ഞാൻ ഇവിടെ കണ്ടതിൽ ഏറ്റവും വലിയ പാർക്കാണ്. എൻ്റെ പൊന്നെ, എന്തൊരു നേരം നടന്നിട്ടാണെന്നറിയോ ഉള്ളിലേക്കൊന്നും എത്തിയത്. ഇവിടെ ആണെങ്കിൽ മൊത്തം ആളുകൾ പട്ടീനെയും എല്ലാത്തിനെയും കൊണ്ട് ഇറങ്ങിയേക്കാണ്. പട്ടിയും പൂച്ചയും ഒക്കെ ഉണ്ട്.
എനിക്ക് പട്ടീനൊന്നും പേടിയില്ല, പക്ഷെ എന്നാലും ഒരു റോട്ട് വീലറിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പേടിക്കും. അങ്ങനെ നമ്മളിതേ ഉള്ളിലെ വേറൊരു എൻട്രൻസിലെത്തി. കുറേ അങ്ങനെ നടന്നിട്ട് ഇതിലെ കുറച്ച് പോയി കഴിഞ്ഞാലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. ഇവിടെ മ്യൂസിയം ഹോം എന്ന് പറഞ്ഞിട്ട്, അല്ല മ്യൂസിയം ഹൗസ് എന്തോ ഒന്ന് അങ്ങനെ പറഞ്ഞിട്ടൊരു ബിൽഡിങ്ങും ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു പാർക്കും ഉണ്ട്. പണ്ടേതോ ജന്മിയുടെ വീടും അവർ വെച്ച പാർക്കുമാണ്. ഇതേ കണ്ടോ വിൻമില്ലൊക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വിൻമില്ല് കാണാം. അങ്ങനെ വിൻമില്ലും കാര്യങ്ങളുമൊക്കെ കണ്ട് നടക്കുകയാണ്. പിന്നെ ടിപ്പിക്കൽ പച്ചപ്പും ഹരിതാപയും. എന്ത് രസമാണ് പച്ചപ്പും ഹരിതാപയിലൊക്കെ ഇങ്ങനെ നടക്കാൻ. ഒരു നമ്മുടെ സോളിനൊരു ഹാപ്പിനെസ്സാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ. ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത് കുറേ പേരുണ്ട് അവിടെ ഈ ക്യാമ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരവാനിലൊക്കെ വന്നിട്ട്. അപ്പോൾ ഇതുവഴി നടക്കുമ്പോൾ നല്ല ഫുഡിൻ്റെ സ്മെല്ല്. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഫുഡിൻ്റെ സ്മെല്ല് എന്താ ഇങ്ങനെ അടിക്കുന്നത് പാർക്കിൽ കൂടെ നടക്കുമ്പോൾ, അത് മനസ്സിലാകുന്നില്ലല്ലോ. അങ്ങനെ നടന്ന് കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവണേ ക്യാരവാൻ ഉണ്ടെന്ന് ഓൾറെഡി മനസ്സിലായി. പക്ഷേ ആൾക്കാർ ഗ്യാസും കുറ്റിയും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഉള്ളിൽ തകൃതിയായിട്ട് പാചകം നടക്കുക. കാരണം ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യണ്ടേ, എല്ലാവരും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുക്കിംഗ് സെഷനാണെന്ന് തോന്നുന്നു അവരുടെ. അപ്പോൾ അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ മണപ്പിച്ചുകൊണ്ട് നടക്കുക. നാട്ടിലെ പോലെ അവർ നല്ല താറാവ് കറിയും ഒക്കെ വെച്ചിരുന്നെങ്കിൽ ചേച്ചിയെ വിളിച്ചുകൊണ്ട് ചേക്ക് കയറി ചെല്ലായിരുന്നു. പക്ഷേ ഇതെന്തോ സോസേജോ വേക്കണോ ഒക്കെയാണ്. ഇതാണ് നമ്മുടെ വിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള മ്യൂസിയം ഹൗസ്. ആരുടെയോ വീടായിരുന്നു. ഇപ്പം ഇത് വീടൊന്നുമല്ല കേട്ടോ. ഇപ്പം 10 കൊണ്ട് കൊടുത്തെന്ന് ചെന്ന് കയറി കാണാൻ പറ്റും. അത് മാത്രമല്ല, ഞാനും കാലമും ഞങ്ങളുടെ കല്യാണത്തിന് വെന്യൂ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ സ്ഥലം ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പരിപാടികൾക്കും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നല്ല വിലയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കാൻ നിന്നില്ല. പിന്നെ അത് മാത്രമല്ല ഔട്ട്ഡോർ ആയിരിക്കും പാർട്ടിക്കും ഒക്കെ നല്ലതെന്ന് ഇങ്ങനത്തെ പ്ലേസസിൽ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മെയിലാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഇതേപോലെ തന്നെ കാറ്റും മഴയൊക്കെ അല്ലേ, എന്തിനാ വെറുതെ. കണ്ടോ ഈ ഇലകൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേൾപ്പിച്ചത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഐസ്ക്രീം സംസാരം കേൾക്കാൻ നിങ്ങൾക്ക്. അതെന്താണെന്ന് വെച്ചാൽ വൈദേഹിക്ക് ഇവിടെ വന്നപ്പോൾ അപ്പം ഐസ്ക്രീം കഴിക്കണം. ഇവിടെ ഐസ്ക്രീം പ്ലേസ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അതൊക്കെ അടച്ചു പോയിരുന്നു. കാരണം ഇപ്പം തന്നെ സമയം ഒരു 3 മണിയായേ. കണ്ടോ ആൾക്കാർ പട്ടിയായിട്ട് നടക്കണേ. പട്ടി ലീശിലുള്ളപ്പോൾ കുഴപ്പമില്ല, അല്ലാതെയും ഇവിടുത്തെ പട്ടികൾ നമ്മളെ ഉപദ്രവിക്കാനൊന്നും വരില്ല. ഇത് കഴിഞ്ഞിട്ട് കുറേ പട്ടിക്കഥ വരുന്നുണ്ട്, ഞാൻ പറയാം. അയ്യോ പട്ടീനെ ഒരു ലെവലേഷൻ പേടിയൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഈ പാർക്കിൽ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം പട്ടികളുടെ പേടി മൊത്തം പോയി. കാരണം അത്രയ്ക്കും പട്ടികളാണ് നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നത്. ഈ മനുഷ്യരെ കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് ഇവിടുത്തെ പട്ടികൾക്ക്. നമ്മുടെ നാട്ടിലെ പോലെ അവിട്ടുണ്ടവൻ കട്ടിച്ചേക്കാം ആ സാധനമല്ല. എല്ലാവരും നല്ല ട്രെയിൻ ചെയ്ത് വളർത്തുന്നതുകൊണ്ടായിരിക്കാം. നമ്മുടെ നാട്ടിലും ഉണ്ടാവും കേട്ടോ ട്രെയിൻ ചെയ്ത് വളർത്തുന്നവർ. പക്ഷെ നമ്മുടെ നാട്ടിലിങ്ങനെ മുക്കിന് ചാവലപ്പട്ടികളോ അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ. പക്ഷെ ഇവിടെ കൂടുതലും നമ്മൾ മുക്കിന് കാണാം, പക്ഷെ അത് ആരുടെയെങ്കിലുമൊക്കെ പട്ടിയായിരിക്കും, അത്രേ ഉള്ളൂ. ആ മരങ്ങൾ നോക്കിയേ, 2 വ്യത്യസ്ത നിറത്തിലുള്ള മരം ഒരേപോലെ തന്നെ ഇരിക്കണു. നല്ല രസമുണ്ട് അല്ലേ. ഒന്നൊരു മെറൂൺ കളർ, ഇപ്പോൾ കറുപ്പായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അടുത്തേക്ക് ചെന്ന ഒരു മെറൂൺ കളറ്, മറ്റതൊരു പച്ച കളറ്. രണ്ടും കൂടെ നല്ല രസമുണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഒരു ട്രാക്ടർ പോലത്തെ ഒരു സാധനം പോയില്ലേ, അത് ഈ ലോൺ നന്നാക്കാനും കാര്യങ്ങൾക്കും എല്ലാത്തിനുമായിട്ട് അവിടെയുള്ള ഒരു ട്രാക്ടറാണ് കേട്ടോ. അയാൾ എത്ര തവണ ഇതിന് വലം വെച്ചോ എന്നറിയില്ല. കുറച്ച് നടന്ന് ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ ചോദിക്കണമെന്ന് വിചാരിച്ചു, ചേട്ടാ ഒരു ലിഫ്റ്റ് വരുമോ അവിടെ വരെ എന്ന്. അതിൽ നടക്കാനുണ്ട്. ഈ പാർക്കിൽ തന്നെ 3 or 4 ലേക്ക് പോലത്തെ സ്ഥലങ്ങളുണ്ട്. ഇതതിലെ ഒരെണ്ണമാണ്. ഇവിടെ വലിയ കാര്യമായിട്ട് ആൾക്കാരൊന്നുമില്ല. ചെറുതായിട്ട് ചെറിയ വാത്ത് പോലത്തെ ചെറിയ സാധനങ്ങളും അതും ഇതൊക്കെ അതിനകത്ത് കൂടെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ മെയിനായിട്ടുള്ള വേറൊരെണ്ണമുണ്ട്. അവിടെ കണ്ടോ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കണ ഒരു കൈൻഡ് ഓഫ് ഒരു പുല്ലും കാര്യങ്ങളൊക്കെ. അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ നാടൊക്കെ ഓർമ്മ വന്നു. നമ്മൾ പുറത്തൊക്കെ വന്ന് താമസിക്കണം ഈ നാടിനെ ഇത്രമാത്രം സ്നേഹിക്കാൻ. എൻ്റെ പൊന്നെ, നാട്ടിലുണ്ടായിരുന്നപ്പോൾ എങ്ങടെങ്കിലും പോയാൽ മതിയെന്നായിരുന്നു. ഇവിടെ വന്നപ്പോൾ നാടേന്നും പറഞ്ഞോണ്ടാ. ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് കാര്യമായ ഒരു ജുറാസിക് പാർക്ക് വൈബ് അടിച്ചു തുടങ്ങി കേട്ടോ. കാരണം കുറേ ഊടുവഴികളാണ് ഇവിടെ എല്ലാം. അങ്ങനെ ഞങ്ങൾ ഒരിടം കണ്ടുപിടിച്ചു. ഇതിനെ ഞങ്ങൾ പേരിട്ടത് UK കാവ് എന്നാണ്. കറക്റ്റ് കാവ് വൈബ്. അതും ഫുള്ളിങ്ങനെ പക്ഷികളുടെ ആ ഒരു
കളകളാരവവും അതും ഒക്കെ ആയപ്പോൾ കറക്റ്റ് നാട്ടിലൊരു കാവ് ഫീലാണ്. എന്തോ ഒരു പ്രാർത്ഥിക്കാനൊക്കെ തോന്നി. അത്രയ്ക്ക് നല്ല വൈബ്. ആ പറഞ്ഞതാണ് 2ാമത്തെ ലേക്ക്. ഈ 2 ലേക്കേ ഞങ്ങൾ കണ്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഏകദേശം തീരുമാനമായി. നടന്ന് ശീലമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈ താഴത്ത് ഇങ്ങനെ പൂക്കളൊക്കെ വീണ് കിടക്കുകയും പിന്നെന്താ അറിയോ, ഇവിടെ ചപ്പും ചവറും കാര്യങ്ങളും ഒന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു ഭംഗി. എന്ത് രസമാണ് ഇങ്ങനെ ചപ്പും ചവറൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനത്തെ എന്തോരം സ്ഥലങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലും അവിടെ ഇല്ലാതെ പറ്റില്ല. ഇവിടെയും ചെറുതായിട്ട് 1, 2 ഒക്കെ കണ്ടു കേട്ടോ. പ്ലാസ്റ്റിക് കുപ്പികളല്ല, ഈ ടിഷ്യൂവും വെറ്റ് വൈപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ. പക്ഷെ അതൊക്കെ ബയോഡിഗ്രേഡബിൾ ആണല്ലോ, അതൊക്കെ അങ്ങ് പൊക്കോളും. അല്ലാതെ പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇടില്ല. ഇട്ടാൽ നല്ല ഫൈൻ അടിക്കുകയെ അതായിരിക്കും. ഇവിടെ വന്നപ്പോൾ സന്തോഷമായി. കാരണം മൊത്തം താറാവ്, പ്രാവ്, ഒരരയന്നം, ഒരു കൂട്ടില്ലാത്തൊരരയന്നം അവിടെ നിന്ന് ഫാഷൻ ഷോ കാണിക്കണ്ടായിരുന്നു. അല്ലാതെ വേറെ അരയന്നത്തിന് ഞാൻ കണ്ടില്ല. എന്തോ പാവം ഒറ്റയ്ക്ക്. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും കേട്ടോ. അടുത്ത കളർ പൂവുള്ള വേറൊരു കാവ്. ഈ കാവുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നേരത്തെ ഞാൻ പട്ടികളുടെ കഥ പറഞ്ഞില്ലേ, ഞാനിനി കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക, വോള് പോലെ ഈ ചെടികൾ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയേക്കാണ്. എന്നിട്ട് അതിൻ്റെ പുറത്തു കൂടാണ് വാക്ക് വേ. നമ്മൾ വാക്ക് ചെയ്യുന്നത് അതേ ഈ കണ്ടില്ലേ, ഈ സ്ഥലത്ത് കൂടെയാണ് നമ്മൾ വാക്ക് ചെയ്യുന്നത്. ഈ ഓരോ ഇടയിൽ കൂടെയും ഈ ചെറിയ സ്പേസ് കാണുന്നിടത്ത് കൂടെ നോക്കിയാലും ഉള്ളിൽ ഇതേപോലത്തെ കാവ് പോലത്തെ സ്ഥലങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ആ ഓരോ ചെറിയ ചെറിയ ഓട്ടകളുടെ ഉള്ളിൽ കൂടെ എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ തന്നെ പൂക്കളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഉള്ളിൽ വേറൊരു ലോകം എന്ന് പറയില്ലേ, അതേപോലെ വേറൊരു ലോകം ഉള്ളിലുണ്ട്. ആ ഓരോ ലോകത്തിൻ്റെയും ചെറിയ ചെറിയ ഓട്ടകളിൽ കൂടെ പട്ടികൾ ഓടിക്കളിയാണ്. നമ്മളിങ്ങനെ നടന്ന് വീടെടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ എത്ര പ്രാവശ്യം ഞാൻ ഞെട്ടിയെന്നറിയോ, ഓരോന്ന് ചാടി വരും. എൻ്റെ പൊന്നേ, ഞാൻ ഞെട്ടിപ്പോയി. ആദ്യത്തെ 2-3 ഞാൻ വീഡിയോ എടുക്കലൊക്കെ നിർത്തി. എന്താ പറയുക, പേടിച്ച് നിന്നുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, പേടിക്കാൻ കഴിഞ്ഞാൽ പേടിക്കാനേ സമയം ഉണ്ടാവുള്ളൂ, മൊത്തം പട്ടികളാന്ന്. പട്ടികളുടെ ഒരു എന്താ പറയുക, ഒരു സംസ്ഥാന സമ്മേളനമായിരുന്നു ഈ ഓരോ ഇടവഴികൾക്കും ഉള്ളിൽ. അതുകൊണ്ട് തന്നെ ഒത്തിരി ഒന്നും ഇങ്ങനത്തെ സ്ഥലങ്ങളുടെ ഉള്ളിൽ കൂടെ ഞാൻ കയറിയില്ല കേട്ടോ. കയറി ചെല്ലുമ്പോഴായിരിക്കും ഒരു കാനെ കോഴ്സൊക്കെ വാമോനെ എന്ന് പറഞ്ഞ് വിളിക്കണത്. എന്തിനാ വെറുതെ കട്ടി കൊള്ളണേ. കണ്ടോ എന്ത് രസാ. ഇവിടെ നല്ല കിളികളുടെ സൗണ്ട് ഉണ്ട് കേട്ടോ. ആ സൗണ്ട് കേട്ടാണ് ഈ നടക്കണത്. അത് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. ആ സൗണ്ട് കേട്ടിട്ടുള്ള ഒരു നടത്തം. എന്ത് ഭംഗിയുള്ള പൂക്കളും കാര്യങ്ങളൊക്കെയാന്ന് നോക്കിയാൽ. പിന്നെ ഇവിടുത്തെ തേനീച്ചൊക്കെ നല്ല ജമണ്ടൻ തക്കടുമുണ്ടൻ തേനീച്ചകളാണ്. അതായത് കണ്ടാൽ തന്നെ ഭയങ്കര വലിയ തേനീച്ചകൾ. നമ്മുടെ നാട്ടിലൊക്കെ ശിശുക്കൾ തേനീച്ച, പക്ഷെ അത് കുത്തിയാലാണ് കേട്ടോ നന്നായിട്ട് വേനിക്കുക. ഇവിടുത്തെ തേനീച്ചനെ 2-3 കുത്തിയിട്ടുണ്ട്. വലിയ ഇഫക്റ്റ് ഒന്നുമില്ല. കാണുന്ന എന്താ തടി മണ്ണൊക്കെ അവനുള്ളൂ എന്ന് പറയില്ലേ, അതേപോലെ ലോല ഹൃദയന. കേട്ടില്ലേ കിളികളുടെ ആ ഒരു എനർജി. മൊത്തം കിളികളാണ്. ഈ കിളികളുടെ സൗണ്ടിലൂടെ ഇപ്പോഴൊക്കെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ എന്തൊരു ഫീലാണ്. ഈ മഴ ആയതുകൊണ്ട് കേട്ടോ ഇവിടുത്തെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയത്. ഒരു 3 ആഴ്ച മുമ്പേ വന്നിരുന്നെങ്കിൽ ഇത് മൊത്തവും പൂക്കളായിരുന്നു എന്നാണ് ഇവിടെ കണ്ട ഒരു അപ്പച്ചൻ പറഞ്ഞു തന്നത്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കാരണം ഇവിടെയുള്ള ആകെയുള്ള ബ്രൗൺ പീപ്പിൾ ഞാനും അവളുമായിരുന്നു. ബാക്കിയൊക്കെ വൈറ്റ് ആൾക്കാരായിരുന്നു. ഇത് കൂടുതലും ഒരു എന്താ പറയുക ഇവിടുത്തെ ആൾക്കാരുടെ ഒരു റീജിയനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും വന്ന് ഹായ് ഹലോ പറയുകയും എന്താ പറയുക എല്ലാവരും നടന്നു പോകുന്നതിൻ്റെ വഴിയിൽ തന്നെ ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ചളുപ്പായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ കാണാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് ഹലോ പറയണേ. ഈ ചളുപ്പൊന്ന് മാറിക്കിട്ടണം. അതെനിക്ക് മാറിയിട്ടില്ല. എനിക്ക് ആളില്ലാത്തടത്തൊക്കെ വീഡിയോ എടുക്കാൻ നല്ല ഉഷാറാണ്. ആൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. എടുത്തെടുത്ത് മാറുന്നൊക്കെയാണ് എല്ലാവരും പറയണത്. നോക്കാം, ഈ തിരക്കിൻ്റെ ഇടയിൽ വല്ലപ്പോഴൊക്കെയാണ് ഒരു വീഡിയോ എടുക്കണത്. അപ്പോഴാണെങ്കിൽ എല്ലാവർക്കും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറും വേണം, അതും വേണം ഇതും വേണം. അവരുടെ ഇടയിൽ കൂടെ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കാനാണ്? എൻ്റെ ഒരു കഷ്ടപ്പാടേ. എനിവേയ്സ്
കണ്ടോ അടുത്തൊരു ഇടവഴി, അതിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ കാവാണ്, മൊത്തം കാവുകൾ. എന്തായാലും ഇവിടെ വന്നത് നന്നായെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സായി. ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് പോയി പണിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ എന്താ പറയുക പാക്കൊക്കെ വേണം. നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ, ഭയങ്കര സ്ട്രെസ്സാണ് ഇവിടെ. ഇത് കണ്ടോ, ആ വീടിനടുത്തുള്ള ഇതാണ് അവിടുത്തെ ഒരു പബ് എന്ന് പറയാൻ പാടില്ല, ഒരു ക്യാൻറ്റീൻ. അവിടെ വന്നപ്പോഴത്തേക്ക് ക്യാൻറ്റീൻ അടച്ചു. സോ ഞങ്ങൾ പോവാം. ഞാൻ 4 വർഷം കഴിഞ്ഞിട്ട് കുട ഇന്നാണ് നിവർത്തിയത്. കാരണം എപ്പോഴും ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടാണ് പോവുക. പക്ഷെ ഇന്ന് ജാക്കറ്റ് ഇട്ടില്ല, അത്യാവശ്യം ചൂടുണ്ടേ. ഇതേ കണ്ടോ പശു. ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഇപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തായിരുന്നു കേട്ടോ. ഒരു പാർക്കിൽ പശുക്കൾ എന്താ, ഇവർക്ക് ഇവിടെ എന്താ കാര്യം എന്താ? പക്ഷേ എൻ്റെ ജീവിതമാണ്, ഞാൻ എവിടെ പോയാലും അവിടെ പശു ഉണ്ടാവും. എന്തോ പശുക്കൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്ന പോലെ തന്നെ. വൈദേഹി പറഞ്ഞായിരുന്നു അവൾ 3-4 തവണ ഈ പാർക്കിൽ വന്നിട്ടുണ്ട്, പക്ഷേ പശുവിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ വന്നെന്ന് അറിഞ്ഞിട്ട് വന്നതായിരിക്കും. അങ്ങനെ പാർക്കിൽ നല്ലൊരു വിസിറ്റിന് ശേഷം നന്നായിട്ട് വിശന്നു. സമയം 7-8 മണിയായിട്ടോ. ഇതേ കണ്ടോ ഇപ്പോഴും വെളിച്ചുണ്ട്. അങ്ങനെ ഞങ്ങൾ വെതർസ്പൂൺസിൽ വന്ന്, വെതർസ്പൂൺസിൽ പുറത്തിങ്ങനെ ഇരിക്കാൻ നല്ലൊരു സ്ഥലമുണ്ട്. അവിടെ വന്ന് ഫുഡിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഫുഡ് വന്ന് കഴിച്ചാലാണ് ഒരു ആശ്വാസം വരും. എനിക്ക് തലവേദനയൊക്കെ എടുത്തു തുടങ്ങിയായിരുന്നു. പക്ഷേ ഒത്തിരി നേരം എടുക്കാൻ തന്നെ അവർ ഫുഡ് കൊണ്ട് തന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഞങ്ങൾ പിന്നെ പോവായി. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു ചെറിയ ഔട്ടിങ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ വീട്ടിൽ പോവാം. അത്രയൊക്കെ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.